സംഗീതത്തിൻ്റെ വിധി. ഉത്തരം: ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, സംഗീതം ആലപിക്കലും ശ്രദ്ധിച്ച് കേൾക്കലും കറാഹത്താണ്. സംഗീതത്തിൽ നിഷിദ്ധ കാര്യങ്ങൾ ഉണ്ടായാലോ? ഉത്തരം: അപ്പോൾ വിധി നിഷിദ്ധമെന്നാകും. കാളയോട്ട മത്സരം നടത്താമോ? ഉത്തരം: പണം വയ്ക്കാതെ പന്തയ സ്വഭാവമില്ലാതെ മത്സരം നടത്തുന്നത് അനുവദനീയമാണ്. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ്. ജീവികളെ അനാവശ്യമായി വേദനിപ്പിക്കൽ നിഷിദ്ധമാണ്. കാളക്കുത്ത് മത്സരമോ? ഉത്തരം: നിഷിദ്ധമാണ്. 2 കാളകളെ പ്രകോപിച്ച് പരസ്പരം കുത്തിക്കുന്ന ഈ കളി ഹറാം എന്നതിൽ തർക്കമില്ല. നിഷിദ്ധ കളി കണ്ടാസ്വദിക്കലും ഹറാമാണ്. കാളപ്പൂട്ട് മത്സരമോ? ഉത്തരം: പണം വെച്ചും പന്തയ സ്വഭാവത്തിലും മൃഗങ്ങളെ അനാവശ്യമായി വേദനിപ്പിച്ചും ഉള്ള കാളപ്പൂട്ട് മത്സരം നിഷിദ്ധമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കുരങ്ങ് കളിയുടെ ഇസ്ലാമിക മാനം. ഉത്തരം: കുരങ്ങുകളെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിക്കുന്ന വിനോദം നിഷിദ്ധമാണ്. മൃഗമത്സരമോ? ഉത്തരം: കുതിര, ഒട്ടകം, കഴുത, കോവർ കഴുത എന്നിവയിൽ അനുവദനീയമാണ്. മത്സരത്തിൽ ചൂതാട്ടം പറ്റുമോ? ഉത്തരം: പറ്റില്ല. അതില്ലാത്ത രീതിയിൽ സമ്മാനങ്ങൾ നിർണയിക്കാം. മത്സരാർത്ഥികൾ അല്ലാത്തവർ സമ്മാനം ഓഫർ ചെയ്യാം. ഉദാഹരണം: നിങ്ങൾ 2 പേരും മത്സരം നടത്തുക, വിജയിക്കുന്നവർക്ക് ഞാൻ സമ്മാനം തരും എന്ന് ഒരാൾ പറയൽ അത് അനുവദനീയമാണ്. മത്സരാർത്ഥികളിൽ ഒരാൾ മാത്രം സമ്മാനം ഓഫർ ചെയ്താലോ? ഉത്തരം: അതിന് വിരോധമില്ല. ഉദാഹരണം: നീ എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് ഒരു സമ്മാനം തരും, ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയാൽ നീ എനിക്ക് സമ്മാനം തരണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിരോധമില്ല. കാരണം അതിൽ തെറ്റായ ചൂതാട്ടമില്ല. തെറ്റും കുറ്റവുമായ ചൂതാട്ടം വരുന്ന രൂപം എങ്ങനെ? ഉത്തരം: മത്സരാർത്ഥികളായ 2 പേരും പണം വെച്ച് മത്സരിക്കലാണ് തെറ്റായ ചൂതാട്ടം. ആ ഇടപാട് അസാധുവാണ്, നിഷിദ്ധമാണ്. ഉദാഹരണം: ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയാൽ നീ എനിക്ക് 1000 രൂപ തരണം, നീ എന്നെ പരാജയപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ 1000 രൂപ തരും എന്ന് പറയൽ. ഓരോരുത്തർക്കും ഓരോ സമയം നേട്ടത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ടാകുമ്പോഴാണ് നിഷിദ്ധ രൂപം ചൂതാട്ടം ഉണ്ടാവുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ വിനോദങ്ങൾ ഉണ്ടോ? ഉത്തരം: ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിനോദം 3 കാര്യങ്ങളിലാണ്: നിന്റെ കുതിരക്ക് പരിശീലനം നൽകുക, നിന്റെ വില്ലെടുത്ത് അസ്ത്രമെയ്ത്ത് നടത്തുക, നിന്റെ സഹധർമ്മിണിയുമായി സല്ലപിക്കുക എന്നിവയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, മലക്കുകളുടെ സാന്നിധ്യമുള്ള വിനോദങ്ങൾ 3 മാത്രമാണ്: പുരുഷൻ തൻ്റെ ഭാര്യയോടൊപ്പം വിനോദിക്കുക, കുതിരയോട്ട മത്സരം നടത്തുക, അമ്പെയ്ത്ത് മത്സരം നടത്തുക.